ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാപ്പിൾ പ്ലാന്റിനെ പറ്റിയാണ്. മാപ്പിൾ പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം ഏസർ എന്നാണ്. ഇവയുടെ കുടുംബം സാപ്പിൻഡാസി കുടുംബത്തിലാണ്. മാപ്പിൾ ഒരു ഇല പൊഴിയുന്ന വൃക്ഷമാണ്. മനോഹരമായ ഇലകളുടെയും ശരത്കാലത്ത് ചുവപ്പ് മഞ്ഞ നിറമാറ്റത്തിൻ്റെയും പേരിലാണ് മാപ്പിൾ പ്രശസ്തം. ഇവയുടെ ഉയരം വരുന്നത് 10-45 മീറ്റർ വരെയാണ്. കൈവിരൽ പോലെ വിളർന്ന ഇലകളാണ് ഇവയ്ക്ക്. ഇവയുടെ പൂക്കളുടെ നിറം ചെറുത് മഞ്ഞ പച്ച നിറമായിരിക്കും. ഇവയുടെ ഫലം ചിറകുള്ള വിത്തുകളാണ്. തണുത്ത മിതമായ കാലാവസ്ഥ ഇവയ്ക്ക് ആവശ്യമാണ്. നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് ആവശ്യമാണ്. പൂർണ്ണ സൂര്യപ്രകാശം മുതൽ ഭാഗിക നിഴൽ വരെ ഇവർക്ക് ആവശ്യമാണ്. വെള്ളം മിതമായിട്ടാണ് കൊടുക്കേണ്ടത്. ഇവയുടെ ഉപയോഗം ഫർണിച്ചർ, സംഗീത ഉപകരണങ്ങൾ, അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് പാർക്കുകൾ, തോട്ടങ്ങൾ, പരിസ്ഥിതിക്കായി ഉപയോഗിക്കുന്നത് നിഴൽ, വായു ശുദ്ധീകരണത്തിനുമാണ്. ഇന്ത്യയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ഹിമാലയൻ മേഖല ഹിൽ സ്റ്റേഷനുകൾ നല്ല വളർച്ച നൽകാറുണ്ട്. വെള്ളം നിൽക്കാത്ത ലോമി മണ്ണാണ് ഇവയ്ക്ക് ആവശ്യം. ജൈവവളം കലർത്തിയ മണ്ണ് മികച്ചതാണ്. വിത്തുകൾ നട്ട് മുൻപ് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ തണുപ്പിൽ 2-3 മാസം വേണം. ചില ഇനങ്ങൾ ഗ്രാഫ്റ്റിംഗ് കട്ടിംഗ് വഴിയും വളർത്താം. മഴക്കാലത്തിൻ്റെ തുടക്കത്തിലോ ശീതകാല അവസാനത്തിലോ നട്ടുപിടിപ്പിക്കുക. വൃക്ഷങ്ങൾ തമ്മിൽ 5 മുതൽ 8 മീറ്റർ ഇടവിട്ടായിരിക്കണം. ചെറു ചെടികളിൽ സ്ഥിരമായ നനവ് വേണം. വൃക്ഷം വളർന്ന ശേഷം മിതമായ നനവ് മതി. വെള്ളക്കെട്ട് ഒഴിവാക്കണം. വർഷത്തിൽ ഒരിക്കൽ കമ്പോസ്റ്റ്, ചാണകവെള്ളം ഉപയോഗിക്കാം. വളർച്ചാക്കാലത്ത് കുറച്ച് നൈട്രജൻ വളം നൽകാം. ഉണങ്ങിയ കൊമ്പുകൾ മാത്രം നീക്കം ചെയ്യുക. ശീതകാലത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇലപ്പുഴു, ആഫിഡ്സ് മുതലായവ ഇവയ്ക്ക് വരാറുണ്ട്. നീം ഓയിൽ, ക്രോസ് സ്പ്രേ ഉപയോഗിക്കാം. ഇവയുടെ വളർച്ച മന്ദമാണ്. ഷുഗർ മാപ്പിൾ ഇനത്തിൽ 10-12 വർഷത്തിന് ശേഷം സാപ്പ് ശേഖരിച്ച് മാപ്പിൾ സിറപ്പ് ഉണ്ടാക്കാം. മാപ്പിൾ വൃക്ഷം ചൂടുള്ള ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ നല്ലതായി വളരില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.